എല്ലാവർക്കും നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് നേതാവ് സഖാവ് എം ലോറൻസിൻ്റെ മരണാനന്തര ചടങ്ങിൽ വളരെ വിഷമമുണ്ടാക്കുന്ന രീതിയിലുള്ള കുറേ സംഭവങ്ങൾ ഇന്ന് നടന്നത് നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മതാചാരപ്രകാരം മറവ് ചെയ്യണോ അതോ പഠനത്തിൻ്റെ ആവശ്യത്തിനായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കണോ എന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മക്കളുടെ ഇടയിൽ വിഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാതൽ. നമുക്കറിയാവുന്നതുപോലെ ശ്രീ എം ലോറൻസ് ഒരു ഇടതുപക്ഷ നേതാവാണ്. പക്ഷേ അദ്ദേഹം ഏതെങ്കിലും അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ മതത്തിനെയോ വിശ്വാസത്തിനെയോ തള്ളിപ്പറയുന്നതായി നമ്മൾ കണ്ടിട്ടില്ല. വളരെ കോൺട്രവേഴ്സ്യൽ ആയിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ വിവാഹം മതപരമായിട്ട് തന്നെയാണ് നടന്നത്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് മാമോദീസ മുക്കിയിട്ടുണ്ട് എന്നാണ് അറിവ്. അവരുടെ വിവാഹം നടന്നിരുന്നത് മതാചാരപ്രകാരം തന്നെയാണ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചപ്പോൾ അവരുടെ മരണാനന്തര ചടങ്ങുകളെല്ലാം തന്നെ മതാചാരപ്രകാരമാണ് നടത്തിയത് എന്നും നമുക്കറിയാവുന്നതാണ്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ മകൾ ആശ ലോറൻസ് പറയുന്നത് അദ്ദേഹം ഇപ്പോഴും ഒരു ഇടവക അംഗമായിട്ട് തന്നെ തുടരുകയാണ് എന്നാണ്. തീർച്ചയായിട്ടും ശ്രീ ലോറൻസിനെ പോലെയുള്ള ഒരാൾ അദ്ദേഹത്തിന് മതവിശ്വാസം ഉണ്ടായിരുന്നില്ല എങ്കിൽ, ഈശ്വരവിശ്വാസം ഉണ്ടായിരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് പരസ്യമായിട്ട് പ്രകടിപ്പിക്കുകയും അതിനനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യത്തിലും തൻ്റെ പേര് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു ഇടവകയിലെ അംഗമായിട്ട് തുടരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിൽ പലപ്പോഴും മതപരമായിട്ടുള്ള ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മതാചാരപ്രകാരം തന്നെ വേണം അദ്ദേഹത്തിൻ്റെ അന്തിമകർമ്മങ്ങൾ നടക്കേണ്ടത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ശ്രീ എം ലോറൻസിൻ്റെ 4 മക്കളിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന 3 പേർ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയാണ്. ഇതിൽ 2 മക്കൾ പറയുന്നത് ശ്രീ എം ലോറൻസിൻ്റെ അവസാന ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ശരീരം പഠന ആവശ്യങ്ങൾക്കായിട്ട് മെഡിക്കൽ കോളേജിന് നൽകണം എന്നുള്ളതായിരുന്നുവെന്നാണ്. എന്നാൽ ഒരു മകൾ ആശ ലോറൻസ് പറയുന്നത് അങ്ങനെ ഒരു ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നും അത് അദ്ദേഹം എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്നും ആരോടും പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹത്തിൻ്റെ മതവിശ്വാസ പ്രകാരമുള്ള ഒരു അന്ത്യവിശ്രമമാണ് നൽകേണ്ടത് എന്നുമാണ്. അവർ പറയുന്നത് തന്നെ അവരുടെ അമ്മയുടെ അന്ത്യവിശ്രമ സ്ഥലം തന്നെ ആയിരിക്കണം അവരുടെ അച്ഛൻ്റേതും എന്നാണ്. ഇത് ഇപ്പോൾ ഒരു നിയമപ്രശ്നത്തിലേക്ക് വന്നിട്ടുണ്ട്. ആശ ലോറൻസ് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി കേരള അനാട്ടമി നിയമം എന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ തീർപ്പ് കൽപ്പിക്കുന്നതിനായി നീക്കിവെച്ചിരിക്കുന്നത്. പ്രാരംഭ നടപടി എന്ന നിലയ്ക്ക് ഈ നിയമത്തിൽ അനുശാസിക്കുന്ന രീതിയിലും തന്നെയുമല്ല കോമൺ സെൻസ് പരമായിട്ടും ഈ മൃതദേഹം യാതൊരു വിധത്തിലുള്ള കേടും കൂടാതെ സംരക്ഷിക്കുക എന്നുള്ളതാണ് കോടതിയുടെ പ്രഥമ പരിഗണന. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് കോടതിയുടെ ഉത്തരവുണ്ടായി. അതോടൊപ്പം തന്നെ ഇത് തൽക്കാലം പഠന ആവശ്യങ്ങൾക്ക് കൈമാറാൻ പാടില്ല എന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ നേരത്തെ അദ്ദേഹത്തിൻ്റെ മറ്റു കുടുംബാംഗങ്ങളും പാർട്ടിയും ചേർന്ന് തീരുമാനിച്ചിരുന്നത് പോലെയുള്ള പൊതുദർശന പരിപാടികളുണ്ടായി. എന്നാൽ അതിനുശേഷം പഠന ആവശ്യങ്ങൾക്കായി ശരീരം മെഡിക്കൽ കോളേജിന് കൈമാറുന്ന നടപടി ഉണ്ടായില്ല. നേരെ മറിച്ച് മൃതദേഹം DK വരാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്കാണ് കോടതി ഉത്തരവിൻ പ്രകാരം മാറ്റിയത്. ഇതിൽ യുക്തിസഹമായി ചിന്തിച്ചാൽ ശ്രീ എം ലോറൻസിൻ്റെ മരണാനന്തര ചടങ്ങുകൾ ഏത് രീതിയിലാണ് നടക്കേണ്ടത് എന്ന് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് താല്പര്യമുണ്ടായിരുന്നോ ആ നിലയ്ക്ക് തന്നെ വേണം അത് നടത്താൻ. തൻ്റെ ശരീരം പഠനാവശ്യങ്ങൾക്കായിട്ട് ഏതെങ്കിലും മെഡിക്കൽ കോളേജിന് കൈമാറാൻ അദ്ദേഹത്തിന് ഒരാഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രീതിയിലുള്ള രേഖകളുണ്ടെങ്കിൽ അത് പുറത്തു വരിക എന്നത് പ്രധാനമാണ്. അതേപോലെ തന്നെ കേരള അനാട്ടമി നിയമത്തിൽ പറയുന്നതനുസരിച്ച് അത്തരത്തിലുള്ള രേഖകളില്ല എങ്കിൽ പോലും 2 സാക്ഷികളുടെ മുന്നിൽ അദ്ദേഹം അത് വാക്കാൽ പറഞ്ഞാലും മതിയാകും. ഇനി അഥവാ അങ്ങനെ സാക്ഷികളുണ്ട് എങ്കിൽ പോലും അതിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയോ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഉറ്റ ബന്ധുവോ ഈ വിഷയത്തിൽ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചാൽ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടും ഈ നിയമത്തിൽ പറയുന്നുണ്ട്. ഈ നിയമത്തിൽ പറയുന്നതനുസരിച്ചിട്ടുള്ള ഒരു ഓതറൈസിംഗ് ഓഫീസർ ഉണ്ടായിരിക്കും. ആ ഓഫീസറാണ് ഈ കാര്യത്തിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളേണ്ടത്. പരാതി ഉന്നയിക്കുന്ന ബന്ധു അടുത്ത ബന്ധുവാണോ എന്ന് നിർണ്ണയിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം പോലും ആ ഉദ്യോഗസ്ഥനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നിയമപരമായി തന്നെയാണ് സെറ്റിൽ ചെയ്യപ്പെടേണ്ടത്. നിലവിൽ കോടതി സ്വീകരിച്ചിരിക്കുന്ന നടപടി എന്നത് അതുകൊണ്ട് തന്നെ ആശാവഹമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം ഈ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥനും കോടതിയും ചേർന്ന് തീരുമാനിക്കട്ടെ. അതുവരെ മറ്റുള്ള ആൾക്കാരും പാർട്ടിയും മാറി നിൽക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇതിൽ പാർട്ടിയെപ്പറ്റി പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ശ്രീ എം ലോറൻസ് പല സമയങ്ങളിലും ഒരു ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ് പാർട്ടിയുമായി സൂക്ഷിച്ചിരുന്നതാണ് എന്ന് നമുക്കറിയാം. എന്നാൽ മറ്റെല്ലാ നേതാക്കന്മാരുടെയും അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടേതും എന്നതുപോലെ അദ്ദേഹത്തിൻ്റെ അന്തിമ ചടങ്ങുകളിലെല്ലാം തന്നെ പാർട്ടിയുടെ സ്വാധീനം വളരെ കൂടുതലായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാം. ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പൊതുദർശനവുമായി ബന്ധപ്പെട്ടും അതിനുശേഷം മൃതശരീരം കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് കൃത്യമായിട്ടുള്ള അറിവും ഉണ്ടായിരുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരം പഠനാവശ്യങ്ങൾക്കായിട്ട് മെഡിക്കൽ കോളേജിന് കൈമാറ്റം ചെയ്യപ്പെടണം എന്ന രീതിയിൽ അദ്ദേഹത്തിനൊരു താല്പര്യമുണ്ടായിരുന്നുവെന്ന് ഏതെങ്കിലും കുടുംബാംഗങ്ങൾ പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എല്ലാവരെയും കൺസൾട്ട് ചെയ്ത് കൈക്കൊള്ളാൻ പാർട്ടിക്ക് സാധിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ 3 മക്കൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഏതെങ്കിലും മക്കൾ പറയുന്നതല്ല, നേരെ മറിച്ച് എല്ലാ മക്കളോടും അഭിപ്രായം ചോദിച്ച് അവർ തമ്മിൽ ഈ വിഷയത്തിലൊരു ധാരണയുണ്ടോ, ഒരു കൺസെൻസസ് ഉണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള മതിയായ സമയം പാർട്ടിക്കും നേതാക്കന്മാർക്കും ഉണ്ടായിരുന്നു.
ഇന്നലെ തന്നെ ആശാ ലോറൻസ് ഈ വിഷയത്തിൽ അവർക്കുള്ള വിയോജിപ്പ് പരസ്യമായിട്ട് പ്രകടിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ മണിക്കൂറുകൾ CPM-നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുമായി ഈ വിഷയം കൺസൾട്ട് ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കാനുള്ള മതിയായ സമയമായിരുന്നു. എന്നിട്ട് പോലും ആ കാര്യത്തിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്താതെ ഇന്ന് പൊതുദർശനവും മറ്റു പരിപാടികളുമായി പാർട്ടി നേതൃത്വം മുന്നോട്ട് പോവുകയാണുണ്ടായത്. ഇത് ഒരു വിവാദമാകുന്ന പശ്ചാത്തലത്തിലാണ് പല പാർട്ടി നേതാക്കന്മാരും ഈ കാര്യങ്ങളെല്ലാം തന്നെ കുടുംബാംഗങ്ങളോ കോടതിയോ ഒക്കെ തന്നെയാണ് തീരുമാനിക്കേണ്ടത്, പാർട്ടിക്ക് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് അഭിപ്രായമില്ല എന്ന് പറഞ്ഞത്. എന്നാൽ ഉത്തരവാദിത്തമുള്ള ഒരു പാർട്ടിയും അതിൻ്റെ പ്രവർത്തകരും ചെയ്യേണ്ടിയിരുന്നത് ശ്രീ MM ലോറൻസിൻ്റെ 3 മക്കളെയും ഈ വിഷയത്തിൽ കൺസൾട്ട് ചെയ്ത് അവരുടെ അഭിപ്രായമെല്ലാം തന്നെ വെവ്വേറെയും കൂട്ടായും കേട്ട് അതിലെന്തെങ്കിലും അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ ഒരു സമവായത്തിലെത്താൻ കഴിയുമോ എന്ന് പരിശോധിച്ച് ആത്യന്തികമായിട്ട് നല്ലൊരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു. അതിന് മതിയായ സമയമുണ്ടായിട്ടും പാർട്ടിക്കാർ ആ നിലയ്ക്ക് ശ്രമിച്ചില്ല എന്നാണ് ആശാ ലോറൻസിൻ്റെ പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ടുണ്ടായ ഏറ്റവും വലിയ ഡാമേജ് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ശ്രീ MM ലോറൻസിനെ പോലെയുള്ള ഒരു സഖാവിൻ്റെ അന്ത്യ ചടങ്ങിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പമുണ്ടായി. അത് പിന്നീട് കയ്യാങ്കളിയിലേക്ക് പോലും എത്തുന്ന അവസ്ഥയുണ്ടായി. അവിടെ പല അനിഷ്ട സംഭവങ്ങളും ഉണ്ടായി. വികാരപരമായിട്ടുള്ള പല ഇടപെടലുകളും ആ സമയത്തുണ്ടായി. അപ്പോഴൊക്കെ തന്നെ ഒരു അവധാനതയോടുകൂടി കാര്യങ്ങളെ സമീപിക്കാൻ CPM-ൻ്റെ നേതൃത്വം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. ആശാ ലോറൻസിൻ്റെ മകനെ ഒരു സമയത്ത് കയ്യേറ്റം ചെയ്യുന്ന രീതിയിലത്തേക്ക് പോലും കാര്യങ്ങൾ എത്തി എന്നുള്ളത് അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, CPM-ൻ്റെ നേതൃത്വം വളരെ കൃത്യമായ രീതിയിൽ കുടുംബാംഗങ്ങളോട് ആലോചിച്ച് ഒരു തീരുമാനം ഉചിതമായ നിലയ്ക്ക് കൈക്കൊള്ളുമായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഇന്ന് ഒഴിവാക്കാമായിരുന്നു. ഒരുപക്ഷേ സഖാവ് ലോറൻസിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ അന്ത്യോപചാരവും അതായി മാറുമായിരുന്നു. ഈ വിഷയത്തെ ഇത്രത്തോളം വഷളാക്കാതെ പരിഹരിക്കാനും കേരളം മുഴുവൻ കാണുന്ന രീതിയിലത്തേക്ക് ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് തടയുന്നതിനും ശ്രീ ലോറൻസിന് ഉചിതമായിട്ടുള്ള രീതിയിലുള്ള ഒരു അന്ത്യാഞ്ജലി നൽകുന്നതിനും CPM നേതൃത്വത്തിന് സാധിക്കുമായിരുന്നു എന്നുള്ള ഒരു സങ്കടം പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. സഖാവ് ലോറൻസിന് ആദരാഞ്ജലികൾ നേരുന്നു. ജയ് ഹിന്ദ്.